അപ്പൊ ആ സ്ഥലത്ത് ഇവിടം വരെ വന്നാൽ ഇരിക്കാൻ സമ്മതിക്കാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ ലേക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ഹിൽ ടോപ്പിൽ നമ്മൾ കയറാൻ പോകാം കേട്ടോ. കഫൽ പൈക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര ആവശ്യത്തോടെ എല്ലാവരും വന്നതാണ്. ഇപ്പോൾ ഒരുത്തി കിടന്ന് കരയുന്നുണ്ട്, അയ്യോ എന്നെ വീട്ടിൽ കൊണ്ടുവിടണേ കാണിച്ചു കൊടുത്തേ ഫോട്ടോ. നടുക്കിരിക്കുന്ന ആള് തന്നെയാണ്. അവിടെ കിടന്ന് കരച്ചിലാണ്. ഇവിടുത്തെ മല കണ്ടപ്പോൾ കാണിച്ചു കൊടുത്ത മലയൊക്കെ, ഇവിടുത്തെ മലകൾ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് പേടിയായി തുടങ്ങി. അയ്യോ ഇതിന്റെ മണ്ടയ്ക്കാണോ കയറേണ്ടത്. അപ്പോൾ മച്ചാമാരെ, നമ്മള് ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കിയത് ഇവിടെ വരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പീക്ക് ഡിസ്ട്രിക്റ്റിൽ വന്നേക്കുക. നമ്മൾ 5 പേരുണ്ട്. ഞാൻ, അമൽ, റോസ്, നിമിഷ, ബബിഷ. ഒരു 2-3 ദിവസം ഹോളിഡേ കിട്ടിയപ്പോൾ അങ്ങ് ഇറങ്ങി. ഇന്നൊരു ഹൈക്കിംഗ് ആണ്, ഒരു മല കയറാൻ പോവാണ്. ഇപ്പം ജസ്റ്റ് മോർണിംഗ് ആയതുള്ളൂ. ഞങ്ങൾ രാത്രി ഒരു 11:30 വിട്ടതാ. 11:30 വിട്ട് ഇപ്പോൾ രാവിലെ 6 മണി 5:30 ഇവിടെ. ഇങ്ങനെ വെളിച്ചമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ വിശേഷങ്ങൾ നമുക്ക് പുറകെ അറിയാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡെല്ലാം ഇപ്പൊ കഴിച്ചിട്ട് നമ്മൾ ഹിൽ ടോപ്പിൽ കയറാൻ പോവാ. ഹൈക്കിംഗ്. അതൊക്കെ ഇതിന് പറയാനുണ്ടോ? മല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പാണ് ഇവിടെ. താഴത്തെ നല്ല തണുപ്പാണ്. ഇനി മുകളിലും കൂടെ എത്തിയാല് പറയാൻ പറ്റത്തില്ല. ബട്ട് കേറിയിരിക്കും. ഈ മല ഞങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കും. നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ see you there. ഒരു 8 അല്ലെങ്കിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താലേ ഇത് എത്തുള്ളൂ. അപ്പോൾ ഈ 10 കിലോമീറ്റർ നമ്മൾ നടക്കാനാണ് ഉദ്ദേശം. നടക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ 5 പേരുണ്ട്. അപ്പോൾ മുകളിൽ എത്തുമല്ലോ കണ്ടറിയാം. എത്ര ദൂരം പോകാൻ പറ്റും അത്രയും ദൂരം നമ്മൾ പോകും. മാക്സിമം ഫുൾ ഡിസ്റ്റൻസ് കവർ ചെയ്യാനാണ് പ്ലാൻ. നല്ല കുന്നാട്ടോ. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കയറാൻ വേണ്ടി. ഇവിടെ കുറേ പേരുണ്ട്. ഇപ്പോൾ പല ഡീവിയേഷൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പം നാട്ടിൽ കണ്ണൂരിൽ താബോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നാക്കല കഴിഞ്ഞു. നാട്ടില് താബോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് അതിന് പ്രത്യേകത വെച്ചാൽ പല ഭാഗത്തു നിന്നും വരാം. തിരുമേനിയിൽ നിന്ന് കയറി വരാം, കോഴിച്ചാടിൽ നിന്ന് കയറി വരാം, രാജീവിൽ നിന്ന് കയറി വരാം. അങ്ങനെ പല ഭാഗത്തു നിന്ന് കയറി വരുന്ന ഒരു സ്പോട്ടാണ് താബോർ. അതുപോലെ തന്നെ ഇവിടെ നിന്നും കുറേ ഡീവിയേഷൻസ് ഉണ്ട്. പല സൈഡിൽ നിന്ന് കയറി വരാം. അപ്പം നമ്മളൊരു ജംഗ്ഷൻ എത്തിയപ്പോൾ പല സൈഡിൽ നിന്ന് ആൾക്കാർ കയറി വരുന്നുണ്ട്. ഓരോരോ ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് കയറി വരുന്ന ആൾക്കാർ. ഇപ്പം നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് എല്ലാവരും കൊണ്ട് പോകുന്നു. തണുപ്പ് കാരണം നാവെല്ലാം ഇച്ചിരി ഇതായിപ്പോയി. പക്ഷെ കൊള്ളാം കേട്ടോ. എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കയറാൻ വേണ്ടി. അവിടെ നിമിഷം അവിടെ കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ റോസും പമിഷയും കൊണ്ട് വരുന്നുണ്ട്. വെൽസി നമ്മളിത് ഫുള്ളി കയറി. ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ ഫുഡായിട്ടാ. ഫുഡ് വെള്ളം എല്ലാം ആയിട്ടാണ് കയറിയേക്കുന്നത്. ഇവിടം വരെ വന്നാൽ ഇരിക്കാൻ സമ്മതിക്കാം.
കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ച ശേഷം എല്ലാം കയറുവാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും റെസ്റ്റ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് മെല്ലെ മെല്ലെ എല്ലാവരും കയറുന്നത്. ടയർഡായാലും നമ്മൾ കയറും. അതാണ് ആ മുകളിൽ കാണുന്ന ഒരു ഐസ് മുള്ള ഉണ്ടോ, അവിടെ ചെറിയൊരു ഫ്ലോഗ് ഐസൊക്കെ ഉണ്ട്, അവിടെ നമ്മൾ കയറും. ഏകദേശം 3 മണിക്കൂടെ കയറാൻ തുടങ്ങിയിട്ട്. അതെ, കുറച്ചൊക്കെ മടുത്തു. നാളെ അതേ വലിച്ചോണ്ട് പോയി ഇവിടെ. 6 മൈലോ 8 കിലോമീറ്റർ ഉണ്ട്. അതില് എത്രയാണെന്ന് അറിയത്തില്ല ഇതുവരെ. ഒരു 2-3 കിലോമീറ്റർ എന്തായാലും ആയി കാണും. ഇവിടെ മൊത്തം ഐസാട്ടോ, ഐസ് വന്ന് അടിച്ചോണ്ടിരിക്കുക. മൊത്തം ഐസ് അടിച്ചിട്ട് എന്നാ പറ. അടിപൊളിയാണ് സ്ഥലം. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടാണ്. പീക്കിലോട്ട് എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ മഞ്ഞാണ് ഇവിടെ. മഞ്ഞ് വന്ന് മുഖത്ത് അടിച്ചിട്ട് പരുവോ. കാറ്റാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല. Sit down. Come on. Want a picture with her? Come. Come on, Molly. Come here. Come. We need to take a picture of you. വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചപ്പാത്തിന് ചിക്കൻ ഫ്രൈന്റെ മണം വന്നിട്ട് ഇംഗ്ലീഷുകാർക്ക് സ്മെൽസ് ഗുഡ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ വന്നേ, അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് കയറി വരുന്നവർ ഫുഡൊക്കെ ആയിട്ട് വരും, നല്ലോണം എടുക്കും. Finally, guys, siete, back in Canada. Howdy, guys. And come back. Just a couple of minutes. നമ്മളെത്തി.
തിരിച്ചിറങ്ങുവാണ്. വല്ലാത്ത പീക്കായി പോയി, എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും അപ്പുറമായി പോയി, ഒടുക്കത്തെ പീക്ക്. പക്ഷെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഏറ്റവും ടോപ്പിലെത്താൻ പറ്റി. ടോപ്പിലെത്തുമെന്ന് വിചാരിച്ചില്ല ഇവരെ കൊണ്ട്. ഒന്ന് പിള്ളേരുണ്ടായിരുന്നു. അച്ചീവ്മെൻ്റാണ്. അതെ, ഒരു വല്ലാത്ത അച്ചീവ്മെൻ്റാണ്. ഈ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ പീക്കിലെത്തിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അങ്ങ് മുകളിലാണ് മലകൾ. പക്ഷേ ഒരു 3-4 മല കയറിയിട്ട് ഇത് വരുന്നത്, ഒരു എൻഡില്ല. അവസാനം എൻഡിലെത്തി. എന്നാൽ അതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം, പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിന്നില്ല. ഒരു ഹാപ്പി, റിയലി ഹാപ്പി. സൂപ്പറാണ്. ഫുഡ് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എല്ലാം എടുത്തിട്ടാണ് വന്നത്, എല്ലാം ബാഗുണ്ട്, എല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നോർമലായിട്ട് പോകാൻ പറ്റി. ഡെസ്റ്റിനേഷൻ അല്ല, ഓരോ സൈഡിൽ ഓരോ സൈഡിൽ നിന്ന് വരുന്നത് പല സൈഡിൽ നിന്ന് ഓരോ ഹെഡിൽ നിന്ന് വരാൻ പറ്റും. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ ആൾക്കാർ ഇങ്ങനെ പല മലയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് കയറി, ബാക്കി ആൾക്കാർ വേറെ സൈഡിൽ നിന്ന് കയറുന്നുണ്ട്. അതെ, വേറെ വ്യൂ എല്ലാം പോയി കാണാൻ വേണമെങ്കിൽ, പക്ഷെ അതിനുള്ള ശങ്കൂറ്റില്ല. കാരണം ടോപ്പ് കയറി, ടോപ്പ് കയറി ഇറങ്ങി. ഹാപ്പിയല്ലേ? ഇറങ്ങുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇപ്പോഴാണ് മടി പറയുന്നത്. കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവർക്ക് കയറുമ്പോൾ പക്ഷേ കുഴപ്പമില്ലായിരുന്നു. എന്നാലും അവർ കയറി കേട്ടോ, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമെന്ന് തോന്നിയില്ല, പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും, അവരെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, പക്ഷേ അവർ ചെയ്തു. അവർ ഭയങ്കര അതിനുവേണ്ടി നിന്നു. അവർ ഏകദേശം 4 മണിക്കൂർ എടുത്തു ആ മലയുടെ ടോപ്പിൽ നമ്മൾ എത്താൻ വേണ്ടി. 4 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇറങ്ങാൻ വേണ്ടി എടുത്തു. അപ്പോൾ ടോട്ടൽ 6.5 മണിക്കൂർ ജേണി ആയിരുന്നു അങ്ങോട്ട്. അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ ഏകദേശം -5 ആയിരുന്നു, -5 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു അതിൻ്റെ ടോപ്പിൽ. അത് അവിടുന്ന് ഐസൊക്കെ വീട് നമ്മൾ കണ്ടത്. ആ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി നല്ല പാടായിരുന്നു. മലയിൽ നിന്ന് ഇറങ്ങി വന്ന് നല്ല വണ്ടിക്ക് പോകാൻ ഭയങ്കര ടഫുള്ള റൂട്ടായിരുന്നു, ചെറിയ വഴികളായിരുന്നു. നമ്മൾ വന്നു, നമ്മുടെ റൂം ഇവിടെ എടുത്തേക്കുന്നത് നല്ലതായിരുന്നു. മുകളിൽ ബാത്റൂമൊക്കെ വേറെ ബിൽഡിങ്ങിലുണ്ട്. അവിടെ റൂം എടുത്തു, വന്നു, കുളിച്ചു, കിടന്നുറങ്ങി. എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ച് കിടന്നുറങ്ങി. അയ്യോ നല്ല അടിപൊളിയായിരുന്നു. ഇവരെയും കൊണ്ട് കയറാൻ പറ്റും ഞങ്ങൾ വിചാരിച്ചില്ല, പക്ഷെ അവർ കയറി കേട്ടോ. ഭയങ്കരമായിട്ട് മടുത്തെല്ലാവരും, അടിപൊളിയായിട്ട് എല്ലാവരും കയറി, കഷ്ടപ്പെട്ടാണെങ്കിലും കയറി ഇറങ്ങി. ആ ഒരു പീക്ക് എത്താൻ പറ്റിയതിലൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ കാണുന്നവർക്ക് അത് നമ്മൾ കയറിയ പീക്ക് എത്രമാത്രം ഭീകരമാണെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷെ ഇതാ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ചോദിച്ചു നോക്കിയോ എത്ര ഉണ്ടായിരുന്നു? 6.5 മണിക്കൂർ ടോട്ടല്. 4.5 മണിക്കൂർ കയറാനും 4 മണിക്കൂർ കയറാനും 2.5 മണിക്കൂർ ഇറങ്ങാനും. ബബിയൊക്കെ പ്രായിക്കൊണ്ടാ കയറിയത്. നമ്മളെ ഗൈഡാ കേട്ടോ, ഗൈഡ് ഇവിടെ. ആദ്യമേ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്നു, അത് ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹാപ്പി. എല്ലാവരും ഹാപ്പി. പക്ഷെ കയറുന്നവര് ഫുഡൊക്കെ എടുത്തിട്ട് മാത്രം കയറുക. കുറച്ച് ചെറിയ സന്തോഷങ്ങൾ. അങ്ങനെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.